ഫ്രണ്ട്സ്, എല്ലാവർക്കും പടത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ ഇട്ടിട്ട്, കുറേ നാളായി. നമ്മൾ ഐ തിങ്ക് ഈ അവധി തൊട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. 2-4 മാസമായി. എന്നുവെച്ചാൽ അവധിക്ക് നമ്മളങ്ങ് എവിടെയും പോയില്ല, പനിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. സോ അപ്പം വീഡിയോ എടുക്കാനുള്ള ഇതിലല്ലായിരുന്നു. പിന്നെ സ്കൂൾ തുറന്നപ്പോഴത്തേക്കും ഈ ജൂൺ തീരുമ്പം ഫസ്റ്റ് ടേം എക്സാം വരുന്നുണ്ട്, മിഡ് ടേം പീരിയോഡിക് ടെക്സ്റ്റ് എന്നും പറയും. അപ്പം വരുന്നുണ്ട്. അതിലുള്ളത് നോട്ട് ഒത്തിരി എഴുതാറുണ്ട്, ഹോംവർക്ക് ഉണ്ട്. അയ്യോ, പിന്നെ ഞങ്ങൾ ഇന്ന് മഴ കാരണം ഇവിടെ അവധിയാണ് 2 ദിവസമായിട്ട്. സോ അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി നമ്മൾ നമ്മുടെ മാക്സിമം വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് പോയതിന് മുമ്പ് ഞാൻ ഒരു സാധനം കാണിച്ചത്. ഇതാട്ടെ എൻ്റെ ആ സാരി. റീനാൻഡി പോയപ്പോ ഞങ്ങൾക്ക് ഇത് അയച്ചാട്ടോ. ചേച്ചിക്ക് സ്മാർട്ട് വാച്ച്, എനിക്ക് മണിക്ക് ഇതാണ്. ഓക്കെ, റീനാൻഡി എന്ന് പറഞ്ഞ എൻ്റെ ആൻറ്റിയാണ്, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിപ്പം ഒരു നല്ല വീടാണ്. അപ്പം അതിൻ്റെ അകത്താണ് സ്റ്റെപ്പുള്ളത് മുകളിലോട്ട് കയറാനായിട്ട്. ആ സ്റ്റെപ്പിൻ്റെ അവിടെ ആ ഒരു 2ാമത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പം അത് കാണിക്കാനാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് ഞങ്ങൾ കാണിച്ചു തരുന്നു. സോ അപ്പം നമുക്ക് താഴേന്ന് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മേളിലോട്ടുള്ള വഴി. ഇവിടെ കുറേ അമ്മു എപ്പോഴും ടീച്ചറും കുട്ടിയും കേൾക്കുന്നതാണ്. ഇവിടെ കുറേ കുട്ടികൾ ഇരിപ്പുണ്ട്. അതെ, ഇതാണ് അമ്മൂൻ്റെ മെയിൻ കുട്ടി. ഇതിന്റെ പേര് അച്ചൂട്ടി. അമ്മൂൻ്റെ മെയിൻ കുട്ടിയാണ് ഗൈസ്. ബാക്കിയെല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ കുട്ടികളാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പപ്പാനോട് വൈകുന്നേരം കളർ പേപ്പർ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാങ്ങിച്ചോണ്ട് വരായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ള എന്താണ് കുപ്പികളാണല്ലേ. നമ്മള് പകുതി ചെയ്തതാണ്, പകുതി ചെയ്യാത്തതാണ്. പകുതി ചെയ്താണ് മിക്കത് ഇരിക്കുന്നത്. ഈ ഒരു കുപ്പി ഒഴിച്ച് ഇത് ഞങ്ങളുടെ ഇവിടെ റെയിൽവേ അടുത്ത് ഒരു പാളമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പേരിങ്ങനെ കുപ്പി ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് എടുത്തോണ്ട് പോയി കഴുകി പെയിന്റ് അടിക്കും. അതെ, അത് കഴുകി വൃത്തിയാക്കി ഉരച്ചിട്ട് പെയിന്റ് അടിക്കും. അപ്പോൾ നമ്മൾ ഇത് ഹിബിസ്കസ് ടീയുടെ ഒരു കുപ്പിയാട്ടോ. ഇത് അമ്മൂൻ്റെ ആണ്. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ടിഷ്യൂ പേപ്പറും കൊണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഗ്ലൂവും വെള്ളം വെച്ചിട്ട് കവർ ചെയ്യും മൊത്തം. എന്നിട്ടത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ടോപ്പ് ഭാഗത്ത് ബ്ലൂ അടിച്ച് കൊടുത്തിട്ട് പിന്നെ യെല്ലോ അടിച്ച് താഴെ ബ്ലാക്ക് അടിച്ച് പിന്നെ ബ്ലാക്കും കൊണ്ട് ഇയർബഡ്സ് ഇല്ല അതും വെച്ച് പൂ വരച്ചാണ്. ഇത് കംപ്ലീറ്റ് ആയതാണ് അമ്മു ചെയ്താണ് കേട്ടോ. അമ്മൂസ് കുപ്പി ചെയ്യാന്നാണ് എൻ്റെ ഒരു ഇത്. ഇതിനകത്തിന് എന്ത് ചെയ്യാനാ? ഈ ബ്ലൂ സ്ഥലത്തുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കും. ഈ ബ്ലൂ ഇല്ലല്ലേ, ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചെയ്യാനുള്ള കുപ്പിയുണ്ട്. പിന്നെ ഇത് നമ്മൾ ടിഷ്യൂ വെച്ച് കവർ ചെയ്തേക്കുന്നതാണ്. അതെ, ഇനി പെയിന്റ് അടിച്ചാൽ സെറ്റ് ആയിക്കോളും. പിന്നെ ഇത് നമ്മൾ ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ട് അത് പൊളിച്ചാണ് പെയിന്റ് അടിച്ച് സെറ്റ് കഴിഞ്ഞിട്ട്. എന്നിട്ട് 2ാമത്തെ പെയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ്. ബട്ട് അത്ര തൃപ്തിയായിട്ടില്ല. പിന്നെ 3ാമത്തെ ഹിബിസ്കസ് ടീയുടെ തന്നെയാണ്. അത് എൻ്റെ കുപ്പിയാട്ടോ, ഞാൻ ചെയ്തതാണ്. അതെ, ഇത് അമ്മൂൻ്റെ കുപ്പി. കണ്ടോ, കണ്ണും മൂക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതും ഹിബിസ്കസ് ടീയുടെ ഒരു കുപ്പിയാണ്. അത് ചേച്ചിയുടെയാണ്. ഓക്കെ, പിന്നെ ഇതാണെങ്കിൽ അതും ചേച്ചിയുടെയാണ്. പിന്നെ ഇത് യെല്ലോ പകുതി അടിച്ചിട്ട് ബാക്കി ബ്ലൂ അടിച്ചേക്കുന്നതാണ്. നമ്മൾ മിനിയൻസിനെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പെയിൻറ് തികഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചേക്കാണ്. പിന്നെ ഇത് അമ്മു ചെയ്തതാണ്. ഇങ്ങനെ റെഡും വൈറ്റും ഒരു ലെയർ വന്നിട്ട് നടുക്ക് അവളൊരു ഹാർട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് ഇറങ്ങിക്കാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ നമ്മുടെ ന്യൂട്രലയുടെ ഇതില്ലേ,
ന്യൂട്രല്ലയുടെ ഡപ്പയാണ് എടുത്തേക്കുന്നത്. ന്യൂട്രല്ലയുടെ ഡപ്പ എടുത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്ററൊക്കെ എടുത്തത് ഈ ഒരു ന്യൂട്രല്ലയുടെ ഡപ്പയാണ്. സെയിം സൈസാണ്. ഇന്നും നമ്മൾ പെയിൻ്റ് അടിച്ച് വെള്ളം നിറച്ചൊക്കെ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സൈസ് തന്നെയുള്ള ഇതെടുത്തിട്ട് നമ്മളവിടെ വെച്ചാണ്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അയ്യോ ഇതതിൻ്റെ അടപ്പാട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചേക്കുന്നതാണ്. പിന്നെ വാട്ടർ പ്ലാന്റ് ഇട്ട് അതിൻ്റെ അകത്ത് കാണുന്നത് മിറ്റിലാട്ടോ, മിറ്റിലിൻ്റെ ചിപ്സാണ്. ഓക്കെ, അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഗായ്സ് അതിൻ്റെ ഇടയ്ക്ക് അമ്മു പീനട്ട് ബട്ടർ തിന്നാൻ വേണ്ടി വന്നേക്കുവാണ്. എനിക്കിപ്പോൾ ന്യൂട്രൽ ഇഷ്ടം, പീനട്ട് ബട്ടറും ഇഷ്ടം കേട്ടോ. നേരത്തെ ന്യൂട്രലായിരുന്നു. ഓക്കെ, പിന്നെ ഇതൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇതിൽ നമ്മൾ ബ്ലൂ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുവാണ്. നിങ്ങൾ ഈ കാണുന്ന ക്രാഫ്റ്റ് ഉണ്ട്, ഈ വിത്തിലൊട്ടിച്ചേക്കുന്ന ക്രാഫ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് ക്രാഫ്റ്റ് ഇട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഇത് നമ്മൾ ഈ വിത്തിൽ ചെയ്തതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാണ് ഇതേ വട്ടത്തിൽ. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതാണ് നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞത് കളർ പേപ്പറിൽ ചെയ്യാന്ന്. ഇത് ഞാനാണെങ്കിൽ ആ കാർഡ്ബോർഡിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ജസ്റ്റ് ഉണങ്ങിയിട്ട് ഞാൻ നമ്മുടെ A4 സൈസ് പേപ്പറില്ലേ, A4 സൈസ് പേപ്പറും കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറ് മൊട്ട് പോലെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് വിത്തിൽ നമ്മൾ സെല്ലോ ടേപ്പും കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കാണത്തില്ല, വെട്ടമില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ കാർഡ്ബോർഡ് ഞാൻ പറഞ്ഞ പോലെ ഇതിലിങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ച് നമ്മൾ ഇതിൻ്റെ സൈഡിലോ മേളിലോ എവിടെയോ അങ്ങനെയല്ലോ ഒട്ടിച്ചേർക്കുക. അതാ ഞാൻ പറഞ്ഞ ഭിത്തി മൊത്തം അലങ്കാരമാണ്. ഇത് പപ്പ കണ്ടിട്ടില്ല ഗൈസ്, ഞാൻ ഈ ഭിത്തി ഒട്ടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കഥ എന്തായാലും പപ്പ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണും. അപ്പം അങ്ങനെയായിരിക്കും രസം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുപ്പികൾ. പിന്നെ നമ്മൾ ചെയ്ത 2 ക്രാഫ്റ്റുകൾ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇത് അമ്മു ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ അമ്മുവിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വെച്ച ബുക്കാണ്. പിന്നെ ഇത് അമ്മു എന്തിൻ്റെയോ ഒരു പൂടെടുത്ത് അതിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റി ഒരു ഗിഫ്റ്റ് ആവുന്നില്ലേ, ഒരു എന്നാ പർപ്പിൾ കളർ പാവ ആരാണ്ട് ഒരു മാലയുടെ കൂടത്തി. അതെന്ത് എന്നിട്ട് പാവ? ആ പാവയുടെ കൂടെ ഗായ്സ്, എന്റെ സാധനങ്ങളെല്ലാം മോഷ്ടിക്കുന്ന പാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് ബോക്സ് വെച്ചല്ലേ കിടക്കിടക്കിടക്ക് നല്ല സുഖമുണ്ട്. ഓക്കെ, അതുണ്ട് അങ്ങനെ. ഫ്രണ്ട്സ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി നാളുകൾക്ക് ശേഷം നമ്മളിവിടെ ഓരോ ക്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ ഇനി എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. ക്രാഫ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞില്ല, പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഈ ബോട്ടിൽസ്, പിന്നെ ആ ഒരു ജാർ, കട്ട് മാംഗോ പിക്കിളിൻ്റെ ആ ജാറിനകത്തിന് ചെയ്യണം. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഷോർട്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഗായ്സ്, ഒരു വിചിത്ര ജീവി. എന്താ കുട്ടി? ടൂട്ടി ഫ്രൂട്ടി ബ്രെഡ് കഴിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്താണ്? സൂപ്പറാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഇതെന്താണ് ഇതിനകത്തുള്ളത്? ജ്യൂസാണോ? വെള്ളാട്ട പാവ കൊച്ചു വെള്ളം കുടിച്ചോട്ടെ, അങ്ങോട്ടെങ്ങാനും മറിഞ്ഞു വീണു. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ള